ഞാൻ കോന്നിയില ഫോറസ്റ്റിന്റെ ഒരു പെർമിഷൻ എടുക്കാൻ വന്നതാ, ഷൂട്ടിങ്ങിന്റെ ആവശ്യത്തിന്. ആ പടത്തിന്റെ ലൊക്കേഷൻ ഇവിടെ അല്ലേ? ആ എന്തോ അത് ഈ പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മമ്മൂട്ടി സാറിന്റെ വർക്ക് ഒരു 10 ദിവസം ബാക്കിയുണ്ട്. മഞ്ജു മേഡത്തിനൊക്കെ കിട്ടാ ഇപ്പൊ എന്താ പാട്? ഭയങ്കര പാടാ, അതിന് നോക്കേ വേണ്ട. പിന്നെ മീര ജാസ്മിന്റെ കാര്യം പറഞ്ഞാലോ, അത് ഇനി അത്രയും കൂടി പറ്റൂല, ഭയങ്കര തിരക്കായില്ലേ. ആ നമുക്കൊരു ന്യൂ ഫേസ് അതാ ബെറ്റർ. മോളെ ഇതൊന്ന് വിളിച്ചു തരുമോ? ന്യൂ ഫേസ് ആവുമ്പോ നമ്മള് പറയണ കാര്യങ്ങളിൽ നിൽക്കൂലോ. ഇതെന്റെ മൂത്ത മോളുടെ. ഇതില് നമ്പർ ഇല്ല, നമ്പർ വേണം വിളിക്കാൻ. ഉണ്ട് മോളെ, ഒന്ന് നോക്കി മോളെ, ഇത് എന്റെ മോളുടെ നമ്പരാ. മോള് മുമ്പ് ഇതിൽ വിളിച്ചു തന്നിട്ടുണ്ട്. എന്റെ ചേട്ടാ, നമ്പർ വേണം, നമ്പർ ഇല്ലാതെ വിളിക്കാൻ പറ്റൂല. പിന്നെന്താ ചെയ്യാ? അതിലുണ്ടെന്ന് ഒന്ന് നോക്കൂ മോളെ. എന്നാ ചൂടാ മോളെ അകത്ത്? എത്രയായി മോളെ? 38 രൂപ 50 പൈസ. ദാ എടുത്തോ. 500 രൂപയോ? ചില്ലറയില്ല. അത് ഇരിക്കട്ടെന്നേ, ഞാൻ വൈകിട്ട് വന്നങ്ങോട്ട് മേടിച്ചോളാം. ഇവിടെ അടുത്ത സിനിമ ലൊക്കേഷൻ. അയ്യോ അതൊന്നും പറ്റത്തില്ല സാർ, പോയി ചില്ലറ വാങ്ങിക്കൊണ്ടുവാ. ഇവിടെ ഇങ്ങനത്തെ ഇടപാടൊന്നും ഇല്ല. മോളെ ഇതൊന്ന് നോക്കിയാണ്. 40 രൂപ. മോൾക്ക് ഞങ്ങളുടെ സിനിമയിൽ അഭിനയിക്കണ? സാറ് ചോദിച്ചോണ്ട് ഞാൻ പറയാം. ഇവിടെ എല്ലാരും എന്നെ വിളിക്കുന്ന എന്താന്നറിയോ? സിനിമാ നടി ആൻസിന്ന്. അപ്പുറത്തെ വീട്ടിലെ റാഹേലമ്മ ഇന്നലെയും പറഞ്ഞു, പോയി വല്ല സിനിമയിലും അഭിനയിച്ചൂടെ കൊച്ചേന്ന്. മോളെ ഇതൊന്ന് നോക്കിത്താ മോളെ. ചേട്ടൻ ഇപ്പൊ ചെല്ല്, പിന്നെ വിളിക്കാം. വീട്ടിലാരൊക്കെയുണ്ട് മോളെ? വീട്ടിലാരൊക്കെയുണ്ടെന്ന്? ആ താലൂക്ക് ഓഫീസിൽ നമ്പർ ഒന്നും. അതെ മോളെ, നമ്മുടെ തിരുവല്ലയിൽ നിന്ന് പോയതല്ലേ മീര ജാസ്മിൻ. അങ്ങനെ നമ്മുടെ ജില്ലയിൽ നിന്ന് എത്ര പേരെ സിനിമയിൽ അഭിനയിച്ചേക്കണേ, അങ്ങ് ഹിന്ദിയിൽ വരെ. മോളൊക്കെ ആണെങ്കി ഞാൻ വീട്ടിൽ വന്ന അപ്പനോട് അമ്മോടും സംസാരിക്കാം. സാറേ അവള് സിനിമയിലൊന്നും അഭിനയിക്കുകയല്ല, പട്ടക്കാരൊക്കെ ഉള്ള കുടുംബ, സിനിമയിൽ അയക്കത്തില്ല. അതെ, നമ്മളാരാണാവോ? വരുത്തന്മാര് വന്ന് കുടുംബചരിത്രം ചോദിച്ചാ അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? അതെ, ഞാൻ ഒരുപാട് അലിഞ്ഞു തിരിഞ്ഞിട്ടാ ഇവിടം വരെ എത്തിയത്. ഞങ്ങളുടെ സിനിമയ്ക്ക് ഒരു നായികയെ വേണം, അതിന് പറ്റിയ ഫേസായി കുട്ടിയുടെ. സാറേ ഇവക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ലെന്നേ. അതൊക്കെ ഞങ്ങൾ അഭിനയിപ്പിച്ചോളാം. എന്റെ മോളെ അപ്പനോട് അമ്മയോടൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. മോള് അങ്ങോട്ടുള്ള വഴിയൊന്ന് പറഞ്ഞ. നിങ്ങൾ അവിടെ പോയിട്ട് കാര്യമൊന്നും ഇല്ലെന്നേ. അച്ഛൻ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കേ, ഞാൻ സാറിന്റെ കൂടെ വീട് വരെ പോയിട്ട് വരാം. അതൊന്നും ശരിയാകത്തില്ല. ആവശ്യമില്ലാത്ത ബോധ്യമൊന്നും മനസ്സിൽ വെക്കണ്ട, എന്റെ സ്വഭാവം മാറും കേട്ടോ. എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ. മോളെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പൊ വരാം. വാ, എന്റെ വണ്ടിയിൽ അങ്ങോട്ട് പോവാം. ആ വണ്ടി ഒന്നും കേറത്തില്ല, അവിടെ ജീപ്പേ കയറൂ. അവിടെ ഭയങ്കര കൊക്കയാണെന്നേ. ഓ പിന്നെ ഞാൻ കാണാത്തൊരു കൊക്കേ. എടാ അലക്സേ, നീ എങ്ങോട്ടാ? അങ്ങ് കൊക്കാത്തോട് വരെ. നീ സിനിമാക്കാരോടെ കൂടിയോടാ? ആ നാട്ടിലേക്ക് വന്നതല്ലേ, കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തേക്കാം. അല്ലേ മോശമല്ലേ? ആ സർവശക്തനായ തമ്പുരാനെ, ഈ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ദാരിദ്ര്യ ദുഃഖം അകറ്റണമേ. സർവശക്തനായ തമ്പുരാനെ, ഈ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ദാരിദ്ര്യ ദുഃഖം അകറ്റണമേ. അനുഗ്രഹം ചൊരിയണമേ. നിന്റെ അനന്തമായ കൃപാകടാശം കൊണ്ട് അനുഗ്രഹം ചൊരിയണമേ. ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ഫലമില്ല കർത്താവേ. കൊല്ലം 3 ഉരുളുപൊട്ടിയിട്ട് കർത്താവേ, നീ ഞങ്ങളെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 1 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല കർത്താവേ. ഓ സൂപ്പർ ലൊക്കേഷൻ. യൂണിറ്റ് വണ്ടി കേറുന്ന അതാ വീട്. ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ യേശുവേ. അച്ചായോ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പെണ്ണമാമയുണ്ടോ അവിടെ? ഉണ്ടല്ലോ. അനുഗ്രഹിക്കണമേ. ആരാടാ അത്? ഒരു സിനിമാക്കാരനാണേ. സിനിമാക്കാരൻ. ഞങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ചക്ക വരിക്കയോ അതോ പഴച്ചക്കയോ ചേട്ടാ? ഒരു സിനിമാക്കാരനാന്നേ. സിനിമാക്കാരനോ? വീട്ടിൽ കയറ്റാൻ പറ്റാത്തവനാന്നേ. എന്തോത്തിന്?
ഞങ്ങളോട് കരുണയായിരിക്കണമേ. നമ്മുടെ ആൻസി ഇല്ലയോ, അവളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വന്നതാ. സിനിമയിൽ അഭിനയിപ്പിക്കാനോ? ആ. അതിന് അവള് മാത്രം തീരുമാനിച്ചാ അതൊക്കെ മതി. പറയാം. അമ്മാമ ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കാണിച്ചു തരാം അവളൊരു സിനിമ അതെ, ഭ്രാന്ത്. അവൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ആടി ഒലഞ്ഞു നിൽക്കുക. അവസാനം ഓരോന്ന് വരുമ്പോഴേ അറിയത്തുള്ളൂ. വളച്ചോണ്ട് പോകാൻ വേണ്ടി ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്നേ. ചെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അവള് സിനിമാ നടിയായിട്ട് ആ കാശുകൊണ്ട് ഇവിടെ ആരെയും പോറ്റണ്ട. അല്ലേ തന്നെ അങ്ങേയറ്റം ദുരിതത്തിലാ. നീ പറഞ്ഞ ശരിയാ, ഇവിടെ ഒരു സിനിമാക്കാരന്റെയും പൈസ വേണ്ട. ആ, കേട്ടല്ലോ കേട്ടല്ലോ, ചെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ആ, പെണ്ണമ്മോ, എന്തുവാ? നമ്മുടെ മോളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വന്ന സാറാ. ഞാൻ പന്തളം ബേബി, ഒരു സിനിമ കൺട്രോളറാ. ഉം. എന്റെ പൊന്നു സാറേ, ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രാരാബ്ദമായിട്ടാ കഴിയുന്നവരാ. ഇവിടുന്ന് ആരെയും സിനിമയെ വിടാൻ താല്പര്യമില്ല. സാറ് പറയാനുള്ളത് പറഞ്ഞിട്ട് പോട്ടെ. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഐ ഇതാരാ? പെണ്ണമ്മയുടെ അനിയത്തിയാ. ദൈവവിളി വന്ന് മടത്തി ചേർന്നതാ. അല്ല, അപ്പൊ നമ്മളാണോ ഗൃഹനാഥൻ? ഗൃഹനാഥൻ അകത്ത് സുഖമില്ലാതെ ആ, എന്നാ ഞാൻ അകത്തുള്ള ആളുടെ സംസാരിച്ചോളാം. ചേട്ടാ, ചേട്ടോയ്, നമസ്കാരം ചേട്ടായേ. കവിയൂർന്ന് പാർവതി, തിരുവല്ലേന്ന് മീര ജാസ്മിൻ. അങ്ങനെ എത്ര നടിമാരെ ഈ പത്തനംതിട്ടയിൽ പോയത്. വരുന്ന 8-ാം തീയതി ഷൂട്ടിംഗ് അങ്ങോട്ട് തുടങ്ങും. 4 മാസം വർക്ക് കഴിഞ്ഞാലേ ആൻസിമോള് സിനിമ നടിയാ. തമിഴ് സിനിമയിലൊക്കെ പോയാലോ, കോടികളല്ലേ കോടികള്. എന്റെ സാറേ, പത്രത്തിലും ടിവിയിലും ഒക്കെ സിനിമ അഭിനയൊന്നും പറഞ്ഞ് പെമ്പിള്ളാരെ ചതിക്കുന്ന വാർത്തകളാ കാണുന്നത്. ഷോ എന്റെ സിസ്റ്ററെ, അതൊക്കെ പത്രക്കാര് വെറുതെ എഴുതിണ്ടാക്കണതല്ലേ. ദേ ചേട്ടായി, ഞാൻ വളച്ചു കെട്ടില്ലാണ്ട് കാര്യം അങ്ങോട്ട് പറയാം. ആൻസി മോളെ അഭിനയിപ്പിക്കുകയാണെങ്കിലേ ഞാൻ 10 ലക്ഷം രൂപ അങ്ങോട്ട് തരും. ദേ ചേട്ടായെ, അഡ്വാൻസ് ആയിട്ട് ദേ 2 ലക്ഷം രൂപ ചേട്ടായി അങ്ങോട്ട് പിടിച്ചേ. വേണ്ട 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 വേണ്ട, ഏയ്, ഇവിടെ ആർക്കും ഒന്നും വേണ്ട. ഏയ്. തിരിച്ചു മേടിക്ക്. മാറിക്കടാ. നീയാണോടാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ? എന്റെ മോള് സിനിമാ നടി ആവൂടാ. പെണ്ണമ്മേ, സാറിനൊരു ചായ ഇട്ട് കൊടുത്തേ. അയ്യോ, ചായക്ക് ഇനി കുടിക്കാലോ. ഞാൻ എന്റെ പ്രൊഡ്യൂസർ എന്ന് വിളിച്ചു പറയട്ടെ. സന്തോഷമുള്ള ഒരു കാര്യല്ലേ, ചായ എപ്പോ വേണമെങ്കിലും കുടിക്കാലോ ഇനി. സാറേ, അപ്പോഴേ ഈ ഷൂട്ടിംഗ് ഒക്കെ എപ്പോഴാ തുടങ്ങുന്നത്? ഉടനെ തുടങ്ങും. ആ, ഇതാരാ? ഇത് നമ്മുടെ ആൻസിമോടെ അനിയത്തിയാ. വാ 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 അനിക്കുട്ടി. ഇവളെ 10-ാം ക്ലാസ്സിൽ പഠിക്കുക. ആഹാ, മോളെ, ഇത് ആരാണെന്ന് അറിയാമോ? ഇല്ല. ആൻസിമോളെ സിനിമയിലെടുക്കാൻ വന്ന അങ്കിളാ. അതേന്ന്. ഇവള് വലിയ മിമിക്രിക്കാരിയാ. ആഹാ, ഡാൻസ് ഒക്കെ പഠിക്കണോട്ടോ. എങ്കി അടുത്ത പടത്തിൽ നല്ല റോള് തരാം. അവിടെ നിൽക്ക്. ടേൺ ലെഫ്റ്റ്. പ്ലസന്റ് ആയിട്ടൊന്ന് സ്മൈൽ ചെയ്യൂ. ഓക്കെ അല്ലേ? ഓക്കെ നെക്സ്റ്റ്. ബേബി കൊണ്ടുവന്ന കൊച്ചാണോടോ അത്? അതെ സർ. ആ കുട്ടി സ്മൈൽ. കൊള്ളാലേ സാറേ. ദേ ഇവിടെ ഇവിടെ നോക്ക്. ഒന്ന് ചിരിച്ചേ. ജസ്റ്റ് ബോഡി ഒന്ന് തിരിച്ചേ. ആ, തിരിച്ചേ. ഇങ്ങോട്ട് 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 തിരികെ. ഷോട്ട് ഓക്കെ അല്ലേ? കൊള്ളാലേ സാറേ. പ്രൊഡ്യൂസർ വെയിറ്റിംഗാ. ബേബി സാറേ, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയാക്കാത്. സാറേ, എങ്ങനെയുണ്ടായിരുന്നു സാറേ എന്റെ അഭിനയം കാണാൻ? എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ? ഒന്നും പറയാറായിട്ടില്ല. ഇയാൾ എവിടുന്നാ? ഞാൻ പത്തനംതിട്ട തോന്നിക്കാരാ. ഞാൻ STD ബൂത്തിലിരിക്കാം. അപ്പന് കൃഷിയായിരുന്നു. കഴിഞ്ഞ പെരുമഴയിൽ ഉരുൾപൊട്ടി കൃഷിയൊക്കെ പോയി. അപ്പനാണെ കിടപ്പിലുമായി. ആകെ ബുദ്ധിമുട്ടാ. ബൂത്തിലൊരാളെ ഇരുത്തിയിട്ടാ ഞാൻ വന്നത്. ശരി, നോക്കട്ടെ. സാറേ, എന്നെ നാട്ടിലെല്ലാരും വിളിക്കുന്ന എന്താണെന്നറിയോ? മാധുരി ദീക്ഷിത് എന്നാ. അവിടെ വെയിറ്റ് ചെയ്യ്. നാഗെ വേറെ ചെയ്ത് നമ്മൾ അഡ്വാൻസും കൊടുത്തല്ലോ. ബേബി കൊണ്ടുവന്ന കൊച്ചല്ലേ സാറേ,
കഥാപാത്രത്തിന് ആപ്റ്റാ. അതാണല്ലോ സാറിന്റെ അഭിപ്രായം. ആ കുട്ടിയുടെ അപ്പിയറൻസ് ഒക്കെ കൊള്ളാം. അതിനെ വെച്ച് പ്രോജക്റ്റും തുടങ്ങാം. നായികയായിട്ട് ഫിക്സ് ചെയ്ത പെണ്ണിനോട് അഡ്വാൻസ് തിരിച്ചു മേടിച്ചാൽ പോരെ? ഓ, നായികൊന്നും ആക്കണമെന്നില്ല സാറേ. ഒരു സെക്കൻഡ് ഹീറോയിനോ അല്ലെങ്കിൽ ഒരു സൈഡ് റോളോ, അങ്ങനെയല്ലേ പ്രൊഡ്യൂസർ സാറിന്റെ അഭിപ്രായം. 1-2 ചെറിയ സീനൊക്കെ ഇല്ലയോ, അവിടെ നിൽക്കട്ടെ അല്ലേ ഡയറക്ടർ സാറേ? ഞാനെന്ത് പറയാനാ? എൻ്റെ അഭിപ്രായത്തിൽ ഈ കുട്ടിയെ തന്നെ ഹീറോയിൻ ആക്കണം എന്നാ. എന്തായാലും ഞാനത് തീരുമാനിച്ചു പോയില്ലയോ, ഇനി എന്ത് ചെയ്യാനാ? അതിന് സാറ് മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞാൻ ഈ പടത്തിലെ കോ പ്രൊഡ്യൂസറാ, ക്യാമറാമാനാ. മറ്റേ നായിക കൊടുത്ത അഡ്വാൻസ് തിരിച്ചു വാങ്ങിച്ചേര്. കണ്ട, ഇതെനിക്ക് നേരത്തെ അറിയായിരുന്നു. ഇതൊരു നടക്ക് അങ്ങോട്ട് പോയില്ലാന്ന്. ഇതൊരു നടക്കേ പോകൂ. നമ്മൾ ആദ്യം അഡ്വാൻസ് കൊടുത്ത കല്യാണം ഇല്ലേ, അവളെ തന്നെ ഫിക്സ് ചെയ്യാം. അവള് തന്നെ നിന്റെ ഹീറോയിൻ. ബേബി കൊണ്ടുവന്ന് കൊച്ചില്ലേ, അതിനെ എന്റെ റൂമിലോട്ട് വിട്. അഭിനയമൊക്കെ ഒന്ന് പഠിക്കട്ടെ. ശരിയാ സാറേ. നല്ല ഭാവിയുള്ള കൊച്ചാ. സാറ് നന്നായിട്ടൊന്ന് പഠിപ്പിച്ചെടുത്ത അടുത്ത പടത്തിന് നമ്മുടെ ഹീറോയിനാക്കാം. ഞാൻ അങ്ങോട്ട് റൂമിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. ഓ, മോളിങ്ങോട്ട് വന്നേ. ദാ ഇവിടെ ഇരുന്നേ. ഇരുന്നോ മോളെ? ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ഇതിനേക്കാളും നല്ല സെറ്റപ്പ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ബാ മോളെ, മോളെ ഇവിടെ ഇരിക്കേ, അപ്പാപ്പൻ ഇപ്പൊ വരാം. അയ്യോ, അപ്പാപ്പനോട് നിക്ക് കൂട്ടിന്. അയ്യോ, മോളെ അങ്ങോട്ട് നോക്കിയേ, എന്താ സീനറി. നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും ഇപ്പൊ വരില്ലേ? കഥ കേക്കണ്ടേ? നമ്മുടെ സിനിമയിലെ നായികല്ലേ മോള്. മോള് ധൈര്യമായിട്ട് ഇപ്പൊ വരാം. ഇപ്പൊ വരാം. ബാ ചേട്ടായി. ഓ സാറേ, ബാ ഒന്നിങ്ങ വന്നേ. ദേ വരണ്. ഒരു മിനിറ്റ് നിൽക്ക്. എന്താ സാറേ? ബാ പറയാം. എന്താ സാറേ വിളിച്ചേ? പറയാം. ഇതൊരു പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ച. ജീവിക്കാൻ വകയില്ലാത്തോണ്ട് ഇറങ്ങി തിരിച്ചതാ. അതിനെ കൊണ്ട് താൻ കുഴി ചാടിക്കരുത്. എന്റെ സാറേ, ഇത് ഈ ഫീൽഡിൽ ആദ്യമായിട്ടൊന്നല്ല. ഇതിനെല്ലാത്തിനും ഈ ഫീൽഡിൽ ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഇതെന്റെ പ്രോജക്റ്റാ, അല്ലാതെ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ടല്ല. നീ കാണിക്കുന്ന വൃത്തികേടിന് ഞാൻ കൂടെ സമാധാനം പറയേണ്ടി വരും. സാർ അങ്ങോട്ട് വിട്ടോ. ചക്രപാണി സാർ ഈ പടം അങ്ങോട്ട് ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യും. എന്നോട് ഇപ്പോഴും പറഞ്ഞതാ വേറെ ക്യാമറാമാനെ നോക്കാൻ. സാറ് പേടിക്കണ്ട. സാറിന്റെ ചെലവാശ് ഒറ്റ ചെക്കിലാ ഞാൻ അങ്ങോട്ട് മേടിച്ചു തരും. അതല്ല, ഇനി സാറിന് ഇതില് പങ്ക് പറ്റാനാണെങ്കിലേ ചക്രപാണി സാറ് കഴിഞ്ഞ അടുത്ത സെക്കൻഡ് ചാൻസ് സാറിന് ഞാൻ അങ്ങടാ തരും. നമുക്ക് ഈ ഉച്ചിഷ്ടൊക്കെ തിന്ന് ശീല. ഒരു 3-ാം ചാൻസ് നമുക്ക് അങ്ങോട്ട് തന്നാ മതി. ഇറങ്ങി പോടാ. ഓടാ. ഇരുന്ന് മുഷിഞ്ഞോ? ഇല്ല സർ. എന്താ അമ്മയുടെ പേര്? ആൻസി. ആൻസി വർഗീസ്. മോളെ അങ്ങോട്ടിരിക്കെ, അങ്ങോട്ടിരിക്കെ മോളെ. ഞാൻ ദാ വരുന്നു. മോളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ബേബി പറഞ്ഞിട്ടുണ്ട്. അടുത്ത തമിഴ് പടത്തിലെ മോളെ നായിക. അത് കഴിഞ്ഞ തെലുങ്ക്, കന്നഡ എല്ലാം മൊഴിമാറ്റമല്ലേ. വലിയ സൂപ്പർ സ്റ്റാർ ഒക്കെ ആയല്ലേ ഞങ്ങൾക്കൂടെ ഒരു ഡേറ്റ് ഒക്കെ തരണം കേട്ടോ. പടം കഴിഞ്ഞാലേ മോക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരും. എത്ര വേണമെന്ന് മോള് പറഞ്ഞോ. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വാ മോളെ. താനെന്തേ കാണിക്കുന്നത്? കൈന്ന് വിട്. കൈന്ന് വിട്ട്. എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനൊന്നും എന്നെ കിട്ടിയല്ല. എന്താ ഇങ്ങോട്ട് നിൽക്കും മോളെ. സഹകരിച്ചു പോയാൽ നിനക്കും കൊള്ളാം, നിന്റെ കുടുംബത്തിനും കൊള്ളാം. മോറങ്ങോട്ട്. അവിടെ നിക്കേ മോളെ. ഞാൻ പറയുന്നത് കേക്ക്.
വിട്. എന്ത് പോക്കായത്? അവിടെ നിൽക്കും മോളെ. വിട് എന്നെ. ഇങ്ങോട്ട് വാ. എന്നെ വിളിക്ക് പോണം. വിട്. എന്ത് പോക്കായത്? അവിടെ നിൽക്കും മോളെ. വിട് എന്നെ. ഇങ്ങോട്ട് വാ. പറയുന്നത് കേക്ക്. സാറേ ഇതെന്ത് ഇത്? ഇങ്ങോട്ട് വാ മോളെ. സാറേ തുറക്ക്. തുറക്കാൻ. എന്താടാ ഡോ എന്ത് തോന്നിയാസോടോ താനീ കാണിക്കുന്നേ? നിനക്കെന്താണ് ഇവിടെ കാര്യം? നിന്റെ പാർട്ണർഷിപ്പ് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഡോ എന്റെ മോളുടെ പ്രായമല്ലേടൂ. നിനക്കെന്താണ് ഇത് കുറച്ചൊക്കെ കാര്യം? നാണം വേണ്ടടൂ. ഇത്ര പ്രായമായിട്ടും നീ പോടാ അവിടെ. കൈ ഓടിച്ച് നടക്കുക. പോടാ നിന്റെ പാട്ടിന്. ശരി ബാ. ഈ ബേബി എന്നൊക്കെ പറയുന്ന ആളെ ഇയാളെ ചതിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. അഭിനയിക്കാനൊന്നുമല്ല. വേറെ പെൺകുട്ടിയെ നായികയായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതാ. ചീറ്റിങ്ങാ നടന്നത്. അതാ ഞാൻ ഇടപെട്ടെ. ഇന്നിപ്പോ ഈ മുറി കിടന്നു. ഇയാളുടെ അങ്കിളിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അപ്പാപ്പൻ അവരുടെ കൂടെ കൂടിയതാ. ടാക്സി ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇയാൾ വെളുപ്പിനെ പോയിക്കോ. അയ്യോ, സാറിത് എങ്ങോട്ട് പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോവാ. എനിക്ക് പേടിയാ. സാറ് പോയാൽ ശരിയാവത്തില്ല. കുഴപ്പമില്ല. ഇന്നിനി ആരും ഇയാളെ ശല്യം ചെയ്യാൻ വരില്ല. ഡോർ ലോക്ക് ചെയ്തിട്ട് കിടന്നാൽ മതി. ആരും വന്ന് വിളിച്ചാലും തുറക്കണ്ട. ഇയാളുടെ അപ്പാപ്പനായിരിക്കും. ഇവിടെ എന്താ പണി? ഹോട്ടലിൽ നിന്ന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? പെൺവാണിഭം നടക്കുന്നു. ഇവിടെ പെണ്ണുങ്ങൾ വല്ലതും ഉണ്ടോ? ആഹാ, ഉണ്ടല്ലോ തരുണീമണി. സാർ അത് ഓഡിഷൻ വന്ന കുട്ടിയാ. ഓഡിഷനോ? കടൽക്കരയിൽ പാതിരാത്രി ഓഡിഷനോ? പണ്ട് ഞാനും കുറെ ഓഡിഷൻ നടത്തിയതാ. ഇങ്ങോട്ട് നീങ്ങിക്കടി. നിന്റെ സ്ഥലം എവിടാടി? പത്തനംതിട്ട. പത്തനംതിട്ട എവിടെ? തോന്നിക്കര. തോണിക്കര. അപ്പൊ അവിടെ നിന്നും കിടന്ന ഉറക്കം വരത്തില്ല. സാറേ പിടിച്ചു കയറ്റിട്ടുണ്ട്. നീ ഒന്നും പറയണ്ട. നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നടക്കടാ അങ്ങോട്ട്. പിടിച്ചു കയറ്റ്. ഞാൻ വിളിച്ച അപ്പ തന്നെ എസ് ഐ സാർ ഇവിടെ എത്തി. ഞാൻ ഇനി പത്രക്കാരൊന്ന് വിളിക്കട്ടെ. ആ ആ സാറേ സാറേ പറയുന്ന കേക്ക് സാറേ. കൊണ്ടുപോലേ സാറേ. നടക്കാൻ. ഇവിടെ എന്റെ മോളാ സാറേ. ആരാന്നാ പറഞ്ഞ? ഞാനിവിടെ കൊച്ചാപ്പനാ. കൊച്ചാപ്പൻ? ആരാ? ഏത് സ്റ്റേഷനില്? പെൺകുട്ടിയോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. അത് അനിയനാ, സിനിമയിലൊക്കെ ഉള്ള. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ റെയ്ഡ്. തോണിക്കര സ്വദേശി 17-കാരി അറസ്റ്റിൽ. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അനാശാസ്യം നടക്കുന്നുവെന്ന ഫോൺ സന്ദേശത്തെ തുടർന്ന് 3 പേരെ അറസ്റ്റ് ചെയ്തു. തോണിക്കര മലമുകളിൽ പുത്തൻ വീട്ടിൽ ആൻസി വർഗീസ് 17. അത് നമ്മൾ പറയുന്നതിന്റെ മോളല്ലേ? ആ സിനിമയിൽ അഭിനയിക്കാൻ പോയ. ഇനിയുണ്ട്, നിക്ക്. ഇവരുടെ അടുത്ത ബന്ധുവും രാഷ്ട്രീയ പ്രവർത്തകനുമായ യോഹന്നാൻ തോണിക്കര 55, പ്രശസ്ത ഛായാഗ്രാഹകനും സിനിമാ നിർമ്മാതാവുമായ അനന്തകൃഷ്ണൻ 26 എന്നിവരാണ് അറസ്റ്റിലായത്. എന്റെ അന്തോണീസ് പുണ്യാളാ, ഓനച്ചന്റെ പണി ഇതായിരുന്നു. നിക്ക്, ഇനിയുണ്ട്. പ്രമുഖ വ്യവസായിയായ ആദിത്യകൃഷ്ണന്റെ അനുജനാണ് അനന്തകൃഷ്ണൻ. ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആദിത്യകൃഷ്ണൻ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ASDF പ്രസിഡന്റ് ആൽബർട്ട് കോന്നി മാധ്യമങ്ങളോട് പറഞ്ഞു. ദേ, ഇത് കണ്ടോ? വായിച്ചത് നമ്മുടെ നാട്ടിലെ വാർത്തയാ. എനിക്ക് വീട്ടിൽ പോണ്ട. അപ്പൻ്റെ അമ്മയുടെ മുഖത്ത്
ഞാൻ ചത്താ മതി, ജീവിക്കണ്ട എനിക്ക്. ഇയാളിങ്ങനെ കരങ്ങിയാലെങ്ങനെ? എന്താ നടന്നതെന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ കരയാതിരിക്കേ. സാറേ, ഈ കേസിൽ നിന്ന് എങ്ങനെയല്ലോ ഊരി തരണേ, ഇല്ലെങ്കിൽ പാർട്ടിക്കാരെന്നെ പുറത്താക്കും. ഇതൊക്കെ ആദ്യം ആലോചിക്കണമായിരുന്നു. സാറേ, ഇവിടെ നിർത്ത് സാറേ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. ഒന്ന് നിർത്ത് സാറേ. ഒന്ന് മാറിക്കേ. ആ മുഖം കണ്ടോ? മുദ്രകരുത്, ഒന്നും അറിഞ്ഞോണ്ടല്ല. കൊള്ളാം കൊള്ളാം കേട്ടോ. ഒന്ന് മാറിക്കേ. ആ മുഖം കണ്ടോ? സിനിമാ നായിക എത്തിയോ? വലിയ സിനിമാക്കാരിയാകാൻ പോയതാണല്ലോ. വലിയ കോടീശ്വരിയാകുന്ന വിചാരിച്ചേ. അതെ 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 അതെ. ഇപ്പൊ എന്തായി? എന്നെ പറ്റിച്ചിട്ട് നീ കണക്കാന്ന് വിചാരിച്ചല്ലേ? നിനക്കിതൊക്കെ വരത്തുള്ളൂടി. പോവാണോ? നിർത്ത, ഒന്ന് കണ്ടോട്ടെ. വിശേഷങ്ങൾ ചോദിക്കട്ടെ? മോളെ, ഇറങ്ങി വാ. ഇല്ല, ഇറങ്ങി വാ മോളെ. സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. ഇല്ല, ഞാൻ വരില്ലെന്ന് പറഞ്ഞ വരില്ല. അവളവിടെ ഇരിക്കട്ടെ, നമുക്ക് പോയി സംസാരിച്ചിട്ട് വരാം. ഓ,